കൗമാരക്കാരിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തു എന്ന കേസിൽ ഒത്തുതീർപ്പിലെത്തി മെറ്റ. യുഎസിലെ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയ നിയമ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ $18 ബില്യൺ നഷ്ടപരിഹാരം നൽകാനാണ് മെറ്റ തയ്യാറായിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് സാങ്കേതിക വിദ്യാരംഗത്ത് ഇത്രയും വലിയ തുക നഷ്ടപരിഹാരമായി നൽകുന്നത്. 2023 യുഎസിലെ 29 സംസ്ഥാനങ്ങൾ സംയുക്തമായി ഫയൽ ചെയ്ത കേസിലാണ് കാലിഫോർണിയയിലെ ഓക്ലാൻഡ് ഫെഡറൽ കോടതിയിൽ നിർണായക ഒത്തുതീർപ്പുണ്ടായത്. തങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ കുട്ടികൾക്ക് ഹാനികരമാണെന്ന ആരോപണം മെറ്റ നിരന്തരം നിഷേധിച്ചിരുന്നു എങ്കിലും കോടതി നടപടികൾ നീണ്ടുപോകുന്നത് ഒഴിവാക്കാനാണ് കമ്പനി ഈ ഒത്തുതീർപ്പിന് തയ്യാറായത്. നഷ്ടപരിഹാര തുകയുടെ 70% അടുത്ത 10 വർഷത്തിനുള്ളിൽ വാർഷിക ഗഡുക്കളായി സംസ്ഥാനങ്ങൾക്ക് നൽകും. ബാക്കി തുക യൂട്യൂബും ടിക്ടോക്കും സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിന് അനുസരിച്ചായിരിക്കും നൽകുക. വരുന്ന പുതിയ മാറ്റങ്ങൾ പ്രകാരം 13നും 17നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ദിവസേന പരമാവധി 2 മണിക്കൂർ മാത്രമേ ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയൂ. അർദ്ധരാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ കൗമാരക്കാർക്ക് ആപ്പുകളിലേക്കുള്ള പ്രവേശനം സ്വയം തടസ്സപ്പെടും. സ്കൂൾ സമയങ്ങളിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഒഴിവാക്കുകയും തുടർച്ചയായി 15 മിനിറ്റിൽ കൂടുതൽ ഉപയോഗിച്ചാൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കൗമാരക്കാരുടെ പോസ്റ്റുകളിലെ ലൈക്കുകളും കമന്റുകളും സ്വയം മറയ്ക്കപ്പെടും. കൂടാതെ എക്സ്ട്രീം മേക്കപ്പ് ഫിൽറ്ററുകൾ വിലക്കുകയും ഓട്ടോപ്ലേ സംവിധാനം ഒഴിവാക്കാനുള്ള അവസരം നൽകുകയും ചെയ്യും. ഈ വ്യവസ്ഥകൾ മെറ്റ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഒരു സ്വതന്ത്ര ഓഡിറ്ററെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.